ഹായ്, അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. മസൂദാ എന്താ കയറി അതിലൂട്ടിയാ അതിലോട്ട് കയറി ആ ടിക്കറ്റ് ലിയാ ഡോലിയ. നമ്മൾ നേരെ CST വീണ്ടും പോയെന്ന്. അവിടെ പോകണം. നമ്മൾ GoPro നന്നാക്കാൻ കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കറങ്ങി കളിക്കുന്നത്. അവിടെ നിന്ന് GoPro വാങ്ങണം. ഓനിപ്പം വിളിച്ചിന് നന്നാക്കാം, പക്ഷേ ഡിസ്പ്ലേ പോയതാ പോലും. കാരണം വെള്ളം കയറിയിട്ട് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി പോലും. ഞാനിപ്പോൾ ഡിസ്പ്ലേ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും വാങ്ങിയിട്ട് ഇനി ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങണം, യാത്ര തുടങ്ങണം. അതാണ് പ്ലാനുള്ളത്. എന്തായാലും നോക്കാം. ഇവിടെ ഓരോരോ ബസ് സ്റ്റോപ്പിലും ഓരോരോ ആൾക്കാരാട്ടോ ബസ്സിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. അല്ലാണ്ട് ബസ്സിൽ ആൾക്കാരില്ല. ഇതേപോലെ ബസ് സ്റ്റോപ്പിൽ കണ്ട ആൾക്കാർ, എല്ലാ ബസ് സ്റ്റോപ്പിലും ഓരോരോ ആൾക്കാരുണ്ട്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് മുറിച്ചെടുക്കണം. കീയുമ്പോൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. കയറുമ്പോൾ ടിക്കറ്റ് അവിടെ നിന്ന് മുറിച്ചോളാം. അല്ലാണ്ട് ബസ്സിൽ കയറി മുറിക്കുന്ന പരിപാടിയില്ല. നല്ല വെയില. ഇതെന്തെന്നാ, ഇത് ഫുഡിൻ്റെ ഏരിയ തോന്നുന്നു ഫുള്ള്. ഇത് വടപ്പാവിൻ്റെ അതാ മറ്റേ ഇതുണ്ടാക്കുന്ന സാധനം അതാ. ഇവിടെ ഫുഡ് തന്നെ. ഇവിടെന്തോ സർവത്തുണ്ട്. വേണോ സർവത്ത് അതാ വേണ്ട സിനവാ. ഓ ഇതെന്തോ ഫുഡിൻ്റെ ഏരിയ. ഇത് വേറെ എന്തോ വെറൈറ്റി ഫുഡ്. അതാ ഇവിടെ എന്തോ ഫുഡ് ഉണ്ടാക്കുന്ന മസാല ബിരിയാണിയാ. ഇതൊക്കെയാ ബിരിയാണി, വെജ് ബിരിയാണി കേട്ടാ. എല്ലാ ചെമ്പിലുണ്ടാക്കുന്നത്. ഇത് ഇഡ്ഡലി വട. അത് ഇഡ്ഡലി വട. അവിടെ സാൻഡ്വിച്ച്. ഓരോരോ സ്ഥലത്ത് ഓരോരോന്നാന്നല്ലടാ. ഇവിടെ ഷവർമ. ഇവിടെ എന്നാണ് ഫ്രൈഡ് റൈസ്. അവിടെ ഫ്രൈഡ് റൈസ് മാത്രം കേട്ടോ. ഇതൊന്ന് ടൈപ്പിംഗ് സെൻറ്റർ. ഫുഡെല്ലാം കഴിച്ചിട്ടാകുമ്പോൾ പൈസ ടൈപ്പ് ചെയ്തു. ഇതൊന്ന് വെള്ളം മാത്രം. ഇതെന്താണ്? ഇതെല്ലാം ഉണ്ട്. ചോറുണ്ട്. എന്തായാലും കൊള്ളാം. നമ്മളെന്തിനാ വന്നിനി ഇങ്ങോട്ട്? നമ്മൾ ചെറിയ ഗ്യാസിൻ്റെ ഇത് വാങ്ങിക്കാൻ പോക്കാന്ന് കേട്ടാ. ചെറിയൊരു കുറ്റിയുണ്ട്. സാധാരണ ഗ്യാസ് കുറ്റിയല്ല അത്. കഴിഞ്ഞ് അതാ. ഇതെന്തോ ഫുഡിൻ്റെ ഏരിയയാണ്. ഇനി ഗ്യാസും കുറ്റിക്ക് എടുത്തേക്ക് നമ്മൾ പോവുക. പോകുന്ന വഴിയല്ലോ ഓരോരോ ഏരിയ ആണല്ലോ. ഇതെന്നാണ് ഇവിടെ ടെൻ്റായിട്ട് ഇരുന്നിട്ട് എന്നാണ് ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. മുദ്ര പേപ്പർ, ആധാർ, അത് ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. പഴയ ടൈപ്പ് മെഷീനാണല്ലോ അയാൾ വെച്ചിന്. സ്റ്റാമ്പാ സീല? ഏതിൻ്റെ സീല വരെ അടിച്ചു കൊടുക്കുക? ഇത് അങ്ങനത്തെ ഒരു ഏരിയ. അങ്ങത്തോളം വക്കീലെല്ലാം ഉണ്ട്. വക്കീലന്മാരുണ്ട്. എല്ലാം കേസ് എല്ലാം ഏറ്റെടുക്കും. നമ്മുടെ കേസ് കൊടുത്താലിടാ. സ്റ്റാമ്പാ? എല്ലാ സ്റ്റാമ്പും ഉണ്ടാക്കി തരും. നമ്മൾ ലൊക്കേഷൻ വെച്ചിട്ട് ഒരു ഗല്ലിയിലെത്തി. ഇവിടെ ഫുള്ള് ഇലക്ട്രിക് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഫുള്ള് ഇലക്ട്രിക് കടകൾ. ഓക്കെ, ഫുള്ള് ലൈറ്റിട്ട് വെച്ചിട്ട്. ഇത് രാത്രി ഭയങ്കര രസം ഉണ്ടാവില്ലടാ ഇവിടെ. ഇലക്ട്രിക് ഐറ്റംസ്. ഏത് റോബോട്ട് എന്നാന്നത്? റൂമിന് മുകളിൽ അടിക്കുന്നേ. ഇതെന്നാ കല്ല് കടല്ലേ? ഇത് മറ്റേ ഇതിലിടുന്ന കല്ലടാ. അക്വാറത്തിലെല്ലാം ഇടുന്ന ടൈപ്പ്. നല്ല കേട്ടാ. കെട്ടിലും കല്ലുകൾ കേട്ടാ. കൊള്ളാം. അതും വെക്കാം. ഇത് ഫ്ലവർ. പിന്നെ അത് കറങ്ങുന്നല്ലേ. ഇവിടുത്തെ നമ്മളെ ഏരിയ സാധനം എവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്? അടുത്തേക്ക് വിടുക. അതിൻ്റെ ഉള്ളിലാ? അതിൻ്റെ ഉള്ളിലുണ്ടാവില്ല ചിലപ്പോൾ. ഓക്കെ, ചോദിച്ചോ. ഇത് വലിയ ഗ്യാസ് അടുപ്പ് കാണിക്കാനല്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കലാണ്. ഇത് നോക്കിയാൽ പ്ലാസ്റ്റിക് പൂവ് കേട്ടോ ഫുള്ള്. ഇതിൻ്റെ വില വയ്ക്കണ പ്ലാസ്റ്റിക് പൂവിൻ്റെ.
പൂവിൻ്റെ ആള് അതിൻ്റെ ഉള്ളിലാന്ന് തോന്നുന്നു, ആ ഷോപ്പിൻ്റെ ഉള്ളിലായിരിക്കും. ലൈറ്റും പൂവും. ഇനി നമ്മളെ സാധനം എവിടെ നിന്ന് കിട്ടൂ? എവിടെയും കയറി ചോദിക്കണോ? എന്ത് ചൂട്, ഭയങ്കര വെയിൽ. ഗ്യാസിൻ്റെ ചെറിയത്. അപ്പോൾ വീണ്ടും ഒരു സർക്കിളിലെത്തി. സ്മെല്ലൊന്നും വേണ്ട, വാ വാ നെയ്ച്ചയ്യ. ആ സ്മെല്ലടിക്കായിട്ട് ഇത് വെയിലായിട്ട്. ഇത് ഭയങ്കര ഒരു മാർക്കറ്റ് തന്നെയാണ്. ഇത് ഡ്രസ്സിൻ്റെ ഏരിയയിലെത്തി. നമുക്ക് ഡ്രസ്സല്ലല്ലോ വേണ്ടത്, നമുക്ക് അതാ ഇവിടെ കയറി ചോദിച്ചോക്കാം, ഇവൻ്റെ അടുത്ത് കയറി ചോദിച്ചോക്കാം. അതുണ്ടാവാ പിന്നെ ഇത് പ്ലേറ്റാന്നല്ല, ഇത് പ്ലേറ്റിൻ്റെ അല്ലേ. അപ്പോൾ തപ്പി തപ്പി ഇവിടെ എത്തിയ നമ്മൾ. ഈ മാർക്കറ്റിൻ്റെ പേരെന്നാണ്, ഈ മാർക്കറ്റിൻ്റെ പേരാണ് ക്രാപ്പിഡ് മാർക്കറ്റ്. नहीं मेरे को अभी नहीं चाहिए अल्लाह सही है. മറ്റേ വെള്ളം തെറിപ്പിക്കുന്ന കുമിള തെറിപ്പിക്കുന്ന സാധനം. ക്രാഫ്റ്റ് മാർക്കറ്റിൽ ഫുള്ള് ട്രാഫിക്കാണല്ല. സാധനം ആടെ ഉണ്ട് പോലും. അങ്ങ് ലാസ്റ്റ് എത്തണം, അങ്ങ് ഗല്ലിയിലെത്തണം. ഇപ്പം തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഓരോരോ ഏരിയയിൽ ഓരോരോ ഐറ്റംസാണ്. ഒരു ഏരിയയിൽ ഫുള്ള് ഫ്ലവർ ആണെങ്കിൽ ഒരു ഏരിയ ഫുള്ള് ലൈറ്റ്, ഒരു ഏരിയയിൽ ഫുള്ള് ടോയ്സുകൾ. ഇത് ഈ ഏരിയയിൽ ഫുള്ള് കുടയും ഇത് എത്തിയേട്ടാ. ഇത് ടോയ്സിൻ്റെ ഏരിയ ആണ്. അല്ലോ തിന്നുന്ന സാധനമല്ലേ ഇത്, തിന്നുന്ന സാധനമല്ലേ ഇത്. ബുക്ക് നോക്കിയാൽ ഇതെങ്ങനെ വാങ്ങിക്കുന്നത്, വാങ്ങിച്ചിട്ട് തിന്നാ പൊടിയും ഇതെല്ലാം ആയിട്ട്. അത് ഇവരെല്ലായിടത്തും പോക്കുന്നതാണ്, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് അവർ പോക്കുന്നതാണ്. ഈച്ചി എല്ലാം ഉണ്ടാവും, അതൊന്നും നോക്കരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തിന്നുന്നവർ തിന്നു, അതുകൊണ്ടല്ലേ വെക്കുന്ന അങ്ങനെ. പക്ഷേ ക്രാഫ്റ്റ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ കിട്ടാത്ത സാധനം ഇല്ല കേട്ടാ. ഇത് ഞാവൽപ്പഴ, ഇത് അതെ കണക്കറിയില്ല. ഞാവൽപ്പഴം എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഏതാ സാധനം എന്നറിയില്ല. ഇതാ കാറ്റിന് പറക്കുന്ന അടിപൊളി പങ്ക, അടിപൊളി സാധനം ഏതാ കൊള്ളാം. ദുനിയാവിലുള്ള എല്ലാ സാധനവും കണ്ട് നമ്മളെ സാധനം മാത്രം കാണുന്നില്ല. അതാ കണ്ട റബ്ബറിൻ്റെ ഏരിയ. ഇതെന്നാ ഫുൾ റബ്ബർ. ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ റബ്ബറും അങ്ങനത്തെ കാണാൻ പറ്റും. കാണുന്നുണ്ടാ? നമ്മളെ സാധനം മാത്രം കാണുന്നില്ല. പോലീസ് സ്റ്റേഷനാ അങ്ങോട്ടുണ്ടെന്നാ പറഞ്ഞേ? എന്നാ അങ്ങോട്ടുണ്ടാവും, വാ നോക്കാം. എൻ്റെ മോനെ, എന്നാലും കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട് ഈ മാർക്കറ്റിലേക്ക് കയറിയാലോ കേട്ടാ. സാധനം കിട്ടും എന്തായാലും, കാരണം ഇത് ഇവിടെ ഇല്ലാത്ത സാധനം ഇല്ല ഇതിൻ്റെ മാർക്കറ്റിൽ. അങ്ങനാ വന്നത്, ഇങ്ങോട്ടാ പോകേണ്ടത്. അല്ല ഇങ്ങോട്ടന്നെ വേണ്ടേ? അപ്പോൾ ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ. ഇവിടെ ചോദിച്ചോട്ടെ. നമ്മളെ ഈ നാട്ടുകാരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത്. നമ്മളിപ്പോൾ പോയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഹോൾസെയിൽ മാർക്കറ്റാണ്. ഹോൾസെയിലും റീറ്റെയിലായിട്ട് സാധനം കിട്ടും, പക്ഷേങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം ആടെയില്ല. ലാസ്റ്റ് അവിടെയുള്ള ഒരാൾ പറഞ്ഞെന്ന് മനീഷ് മാർക്കറ്റ് തപ്പിപ്പോയെന്ന്. ഈ സിഗ്നലിൽ നിന്ന് റൈറ്റ് എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ആ മനീഷ് മാർക്കറ്റിൽ പോയിട്ട് വേണം ഈ സാധനം നോക്കണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ അവസാനം സാധനം കിട്ടി. भाई ऐसा वाला स्टव दूसरा टाइप है, बस ये वही है, സെയിം മോഡലേ ഉള്ളും പോലും. ഇതിന് വേണ്ടിയാണ് നമ്മൾ തപ്പിയാടുന്നത് കേട്ടോ. ഇന്നലെ വീടിന് ഇതും വാങ്ങിച്ചിട്ട് പോകേണ്ടി വരും.
ഷമീം ബംഗാളി എന്നാ ഇവൻ്റെ പേര്. എന്നാലും ഇവൻ്റെ അടുത്ത് നിന്ന് ഈ സാധനം വാങ്ങിക്കട്ടെ കേട്ടോ. നമ്മൾ ഇത് ഓക്കെ ആക്കി കത്തിച്ച് കാണിച്ചിട്ടാണ് പറയുന്നത്. കത്തിക്കട്ടെ. ആ ഓ കുറച്ച് ദൂരം നിന്നോ. हाँ ओके बंद करो. वही है कमती, थोड़ा कमती नहीं है, इतना आएगा. हाँ हाँ हवा है. ओके ओके. ये कितना चला जाएगा? ज़्यादा चलेगा? गैस से हम लोग यूज नहीं किए. हाँ हाँ नहीं ഓനിക്കറിയില്ല പോലും എത്ര വർക്ക് ചെയ്യുന്നത്. ഓക്കെ ബന്ദ് കർക്ക് പേക്ക് में डालो. 2 പീസും കൂടിയിട്ട് 700 റുപ്യ. 700 റുപ്യ രണ്ടും കൂടി. അതെയാ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ. നമ്മളപ്പോൾ സാധനം വാങ്ങിച്ച് ഇനി നമ്മളെ ലൊക്കേഷൻ അറിയണ്ടെങ്കിൽ കുറേ കളിക്കും. ലൊക്കേഷൻ ഇല്ലേ? ആ നമുക്ക് മറ്റേ ഇവൻ്റെ ലൊക്കേഷൻ അടിച്ച് നോക്കാം. ഇത് കൊടുത്തതിൻ്റെ എന്നാലും നമുക്ക് ഏകദേശം എത്തും. ഇതേപോലത്തെ മാർക്കറ്റ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പോയിട്ടില്ല. ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ. ഏത്? അതെയാ നടക്ക്. അതും ആടെയാണ് കോട്ടച്ചങ്ങാനും പിടിക്കുക. എന്നെ കൊണ്ട് കഴിയില്ല അതിന് നടക്കാൻ. ഫുഡും കഴിച്ചില്ല. ഇനി ഫുഡൊന്നുമില്ല. ഇനി ഫുള്ള് നീ ഉണ്ടാക്കല ഫുഡ്. ആ പരിപ്പറി ചിക്കൻ എല്ലാം അരിയും മേടിക്കാം. അപ്പോൾ നമ്മളെ ഗോപ്രോ ശരിയാക്കാൻ കൊടുത്തേക്കൊന്ന് പോലാണ്. എന്തായി നോക്കാം. അവൻ വിളിച്ചിട്ടാണെന്നില്ല. ഇവിടെയാണ് നമ്മൾ ഗോപ്രോ ശരിയാക്കുന്നത്. എന്തായി ബോസ്? ബോസ് ഇങ്ങനെ പണിയെടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. എന്തെല്ലാന്ന് എന്താന്ന് പേരേനോ? ജിജോ. നാട്ടില് മലപ്പുറം. ആ നിലമ്പൂര് അവിടെയാണ്. എന്തായാലും നമ്മളെ ഗോപ്രോന് പ്രശ്നങ്ങൾ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടായത്? ആ ഓക്കെ ഓക്കെ. ഒന്ന് ഡിസ്പ്ലേ അല്ല മറ്റേ 9-ൻ്റെ ഡിസ്പ്ലേ. നമ്മളെ രണ്ടാമത്തത് ശരിയാക്കുന്നത്. ഇപ്പുറം ഒരാളുണ്ട്, ഒരു ടെക്നീഷ്യൻ. എവിടെ എന്താ പേര്? ഫിനിക്സ്. നാട്ടില്? തൃശ്ശൂർ. തൃശ്ശൂർ എവിടെയാ? ചാലക്കുടി. ഇവിടെ കുറേയാ നിങ്ങൾ? 10-20 വർഷമായി. ആ മുംബൈ മലയാളിയായി. ഇവിടെ കുറച്ച് മലയാളീസിൻ്റെ ഏരിയ തോന്നല്ലേ? ഉള്ള മലയാളീസ് അല്ലേ? ഇവിടെ കുറേ ഷോപ്പുണ്ട് കേട്ടോ. ഇലക്ട്രിക് ഇങ്ങനത്തെ ഗോപ്രോയെല്ലാം നന്നാക്കുന്ന ഷോപ്പ് വളരെ കുറവാന്ന് തോന്നല്ലേ? നിങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ? അതെ ഗിംബിൾസ് അല്ലേ? മൊത്തത്തിൽ ഇങ്ങനത്തെ സാധനങ്ങൾ നന്നാക്കുന്ന ടെക്നീഷ്യന്മാർ കുറച്ച് കുറവാണ്. ക്യാമറ ഉണ്ടല്ലോ. അതെ ഒരു മലയാളിയും കൂടി ഉണ്ട്. എന്താ പേര്? എവിടെ? ബിനീഷ്. എവിടെ നാട്? തൃശ്ശൂർ തന്നെ. എവിടെ? വള്ളൂത്തി. ആ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ക്യാമറയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അല്ല? അല്ല എവിടെ നാട്? എവിടെ നാട്? മലപ്പുറം. അമ്മൻ്റെ നാട് കണ്ണൂരല്ലേ? അവിടെ ആൾക്കാരെ. അപ്പോൾ കാണാം. ഓക്കെ ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മൾ ഗോപ്രോയെല്ലാം ശരിയാക്കി മുംബൈയിൽ നിന്ന് ഇറങ്ങി. പക്ഷേങ്കിൽ 5 കിലോമീറ്റർ ഓടാൻ വേണ്ടി നമുക്കെടുത്ത ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറാണ്. അത്രക്കും ബ്ലോക്ക്. അവസാനം ടൈം ലേറ്റായി. ഏകദേശം 8:30 രാത്രി. പിന്നെ നമ്മൾ ആടെ കിട്ടിയ റൂം എടുത്തു. കാരണം മുംബൈ സിറ്റിയിലെ തന്നെ ആയതുകൊണ്ട് കുറേ സ്ഥലത്ത് റൂം ചോദിച്ച് നോക്കുമ്പോൾ റേറ്റ് ഏടിയും കുറഞ്ഞ് കിട്ടുന്നില്ല. അവസാനം ഒരു റൂം എടുത്തു. കാണിച്ചത് ഇതാണ് നമ്മൾ റൂമെല്ലാം അടിപൊളിയാണ്. നല്ല റേറ്റായി. ആദ്യമായിട്ടാണ് ഇത്ര റേറ്റ് കൊടുത്തിട്ടുണ്ടാവുക. സാധനങ്ങളെല്ലാം വലിച്ചിട്ടിട്ടുണ്ട്. ഈ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഈ ഓടിയിട്ട് ചെറിയ ചെറിയ മഴയെല്ലാം ഉണ്ടാവും. ഫുള്ള് നീർത്തിടി. ഇതാണ് പരിപാടി. എല്ലാ റൂമിലും പോയാലും ഇതൊക്കെ എല്ലാം വലിച്ചിട്ടിട്ടുണ്ട്. എനിക്ക് നമ്മളെ ഫാനിൻ്റെ കാറ്റിന് ഇതെല്ലാം ഉണങ്ങി റെഡിയാവണം. രാവിലെ ആകുമ്പോൾ ഒരാൾ റെഡിയുണ്ട്. ഇന്നടുത്ത റൂം അടിപൊളിയാണ്.
പക്ഷേ പൈസ കൂടുതൽ കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള റൂം കിട്ടും. നമുക്ക് അടിപൊളി റൂമൊന്നും വേണ്ട, നമുക്ക് ഈ യാത്രയിൽ കുറേ സ്ഥലത്ത് റൂം എടുക്കേണ്ടല്ലോ, ചെറിയ ചെറിയ റൂം പറ്റും. അങ്ങനെയാണ് സംഭവങ്ങൾ. അന്നേരം നമുക്ക് നാളെ ഇവിടുന്ന് മുംബൈയിൽ നിന്ന് എക്സിറ്റ് ആകുകയാണ്, നേരെ ഗുജറാത്ത് പിടിക്കുകയാണ്. അന്നേരം നമുക്ക് അടുത്ത അല്ലേ ഇനി അങ്ങോട്ടുള്ള നമ്മൾ ഗോപ്രെല്ലാം ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അടിപൊളി വീഡിയോ എല്ലാം എടുത്ത് കൊടുക്കുക അല്ല കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കും. ഇതുവരെയുള്ള വീഡിയോസിലെല്ലാം കുറച്ച് മൊബൈൽ എടുക്കുന്നതുകൊണ്ട് കുറച്ച് വൈബ്രേഷൻ ഉണ്ടാവും, കൂടുതൽ ക്ലിയറായിട്ട് കാണാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും ക്ഷമിക്കുക നമ്മൾ. അന്നേരം നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.